ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമൂസയാണ്. ഇതിലേക്കുള്ള ഫില്ലിങ്സിനായിട്ട് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത ക്രീം ബേസ് ഒന്ന് വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സവാള വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, പിന്നെ ലേശം ക്യാരറ്റ് വേണം. ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്താണ് ഞാൻ വേവിച്ചത്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. അതിനകത്തേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ആ വീഡിയോ മിസ്സായിപ്പോയി. അതിനകത്ത് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ആഡ് ചെയ്യാത്തത്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഈ മിക്സിങ്ങിലോട്ട് ഞാൻ ഗരം മസാലയും കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളൂ ഈ ഒരു മിക്സ്ചറിലോട്ട് പൊടികളായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വേറൊന്നും ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നേരത്തെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉപ്പിട്ട് പുഴുങ്ങിയാട്ടോ ഞാൻ വെച്ചിരിക്കുന്ന പൊട്ടറ്റോ, അതും കൂടി ഒന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഈ ഒരു മിക്സ്ചറുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഓൾറെഡി പൊട്ടറ്റോ വേവിച്ച് വെച്ചാണ്. പിന്നെ ഈ ഒരു മിക്സ്ചർ നമ്മൾ നന്നായി വേവിച്ച് എണ്ണയിലിട്ട് നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള മിക്സ്ചറാണ്. അപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ജസ്റ്റ് ഒരു ഗരം മസാല ഒരു 1/2 ടീസ്പൂണും പെപ്പർ പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി നമുക്കിതിൻ്റെ മുകളിലൊന്ന് വിതറി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അതൊന്ന് ചൂടാറി കിട്ടണ വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ സമൂസ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റാണ് മേടിച്ചിട്ടുള്ളത്. ഫ്രോസൺ സമൂസ ഷീറ്റ് എന്ന് പറഞ്ഞാൽ മതി കടയിൽ, അപ്പോൾ അത് നമുക്ക് കിട്ടും. അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലെ ഷീറ്റ് റെഡിയാക്കാം. ഒന്നെങ്കിൽ ഗോതമ്പ് മാവിലോ അല്ലെങ്കിൽ നമ്മുടെ മൈദയിലോ ഒന്ന് മൈദ കുഴച്ച് ചപ്പാത്തി പോലെ റോൾ ചെയ്ത് നിങ്ങൾക്ക് പരത്തി ഒന്ന് എടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടി ഞാൻ സമൂസ ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഫ്രോസൺ സമൂസ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസറിയിലൊക്കെ കിട്ടും. ഈ സമൂസ ഷീറ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മൈദ വെള്ളത്തിലൊന്ന് ചാലിച്ചെടുത്തേക്കാണ്. ഒരുപാടൊന്നും വേണ്ട, 1 സ്പൂൺ മൈദ എടുത്തിട്ട് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കാം. അത് ഇതുപോലെ നമ്മൾ ഈ ഫ്രോസൺ ഷീറ്റ് ഒന്ന് മടക്കുമ്പോഴത്തേനും അവിടേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഈ ഫില്ലിങ്സ് പൊട്ടി പുറത്തോട്ട് പോരും. അപ്പോൾ എണ്ണയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ എനിക്ക് ഈ ഷീറ്റ് മടക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് മടക്കി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമൂസ ഷീറ്റ് കീറാത്തൊരു ഷീറ്റ് നോക്കിയിട്ട് അതിനകത്തുനിന്ന് എടുക്കണം. ചിലതൊക്കെ പൊട്ടി കീറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊരു കീറാത്തൊരു നല്ലൊരു ഷീറ്റ് നോക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കോണ് പോലെ മടക്കി കൊടുക്കണം. അതിനകത്തേക്ക് നമ്മളൊന്ന് മൈദ തേച്ചിട്ട് ഒട്ടിച്ചും കൊടുക്കണം. അപ്പോൾ ഇതുപോലൊരു കോൺ ഷേപ്പിൽ കിട്ടും. അതിനകത്തേക്ക് ജസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി നിറച്ച് ചേർത്ത് കൊടുക്കരുത്. ഒരു 2 ടീസ്പൂണൊക്കെ അത്രയ്ക്കേ പറ്റത്തുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതേ കണ്ടോ, ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ബാക്കിയൊരു ലേശം കൂടി വരും, അതും കൂടി ഫോൾഡ് ചെയ്ത് അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. മൈദ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലേക്ക് എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഷീറ്റ് അങ്ങ് തുറന്നു പോകും. അപ്പോൾ ഇതിനകത്തുള്ള ആ മിക്സ്ചറൊക്കെ എണ്ണയിലിട്ടായിട്ട് ആകെ സ്പ്രെഡാവും. അപ്പോൾ പിന്നെ നമ്മുടെ ആ എണ്ണയും പോവും. പിന്നെ നമുക്ക് സമൂസയായിട്ട് കിട്ടത്തുമില്ല. അത് പിന്നെ എല്ലാം സെപ്പറേറ്റ് ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല സെക്യൂറായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഞങ്ങൾ ഒരു 10-20 സമൂസയോളം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇതുപോലെ ഞാൻ വെച്ചേക്കുവാണ് കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിച്ചു തന്നില്ല എന്നുള്ളൂ. ഇപ്പോൾ 10-20 എണ്ണോളം എനിക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഐശ്വമാണ് കേട്ടോ അവിടെ നിന്ന് എണ്ണി നോക്കുന്നത്. അവൾ എണ്ണി നോക്കുക എത്ര എണ്ണം ഉണ്ടെന്ന്. ഇനി വളരെ ഈസിയാണ്. ഞാനിവിടെ ഇനി വറുത്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയിലിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. ഒത്തിരി ഓയിലൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം. അത് മതി കേട്ടോ. അതിനകത്തേക്ക് എണ്ണ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ സമൂസയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായിരിക്കണം. അത് കഴിഞ്ഞൊരു മീഡിയം
ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു 4 അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു, 4-5 ഇട്ട് കൊടുത്തു കേട്ടോ. ആ സ്പേസ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടി കിടന്നാലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, അത് അങ്ങനെ തന്നെയായിരിക്കും. ഇനി ജസ്റ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മുരിഞ്ഞ് കരിഞ്ഞു പോകാൻ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് അങ്ങ് തിരിച്ച് ഇട്ട് കൊടുക്കാവുന്ന കേട്ടോ. ഈ സമൂസ ഷീറ്റ് മാത്രം ഒന്ന് ബ്രൗൺ കളറായി കിട്ടിയാൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫില്ലിങ്സും വെന്തിട്ടുള്ളതാണ് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുതേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.